നാം ഇപ്പോൾ കോഴിക്കോടിൻ്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സരോവരം ബയോ പാർക്കിലാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെ എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്നും കനോളി കനാലിൻ്റെ ചാരെ 1 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ സരോവരം ബയോ പാർക്കിലെത്താം. 20 രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു ജംഗ്ഷനുണ്ട്. ഇടത്തോട്ട് തിരിഞ്ഞാൽ സെൻട്രൽ പ്ലാസ, ഓപ്പൺ എയർ തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, എക്കോ പാർക്ക്, പിന്നെ കാട്ടിനുള്ളിലേക്ക് പോകേണ്ട വഴിയാണ്. വലത്തോട്ടാണ് തിരിയുന്നതെങ്കിൽ അവിടെ ഓപ്പൺ ജിം കാണാം, പിന്നെ ബോട്ട് ജെട്ടിയിലേക്കുള്ള വഴിയാണ്. വളരെ മനോഹരം എന്നേ ഒറ്റ വാക്കിൽ പറയാവൂ. കാണാൻ പോകുന്ന പൂരം കേട്ടറിയണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വരൂ, നമുക്ക് മുന്നോട്ട് പോകാം. വീഥികളെല്ലാം വളരെ ആകർഷകമായി ചുമർ ചിത്രങ്ങളാൽ ഭംഗിയാക്കി ഏവരെയും ആകർഷിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കൽപ്പകവൃക്ഷം, തെങ്ങ് ഏത് കാട്ടിൽ പോയാലും കാണാവുന്നതാണ് കേട്ടോ. ഇതാ വള്ളിക്കുളിൽ തോരണം ചാർത്തിയ സീൻ ഇവിടെയുള്ള ചൂണ്ടുപാലകയിൽ എല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, ആ രീതിയിൽ വളരെ ഭംഗിയായി മനസ്സിലാകുന്ന രീതിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നോക്കൂ, എന്ത് ആകർഷകമായ കാഴ്ചയാണ്. ഈ ചെടികളും മരങ്ങളും വല്ലാതെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു വസ്തു തന്നെയാണ് കേട്ടോ. കളർഫുൾ എന്നൊക്കെ പറയാവുന്ന വർണ്ണപ്പകിട്ട് ഇവിടെ ധാരാളമായി നമുക്ക് കാണാം. സെൻട്രൽ പ്ലാസ ഇവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം. ഇവിടെ നിന്നും നമുക്ക് പല വഴികളിൽ കൂടി തിരിഞ്ഞ് പല ഭാഗത്തേക്ക് പോകാം. അതിൻ്റെ സൂചകമാണ് നേരത്തെ കണ്ട ബോർഡ്. ഇവിടെ നോക്കൂ, വളരെ ആകർഷകമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓപ്പൺ എയർ സ്റ്റേഡിയം കാണാം. ഇവിടെയെല്ലാം ഗേറ്റും അതുപോലെ ഗേറ്റിലെ പ്രവേശന കവാടവും ഒക്കെ റിപ്പയർ ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ നമ്മുടെ ഓപ്പൺ എയർ തിയേറ്ററും പെയിൻറ് ചെയ്ത് മോടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ബാക്കിലുള്ളൊരു ബോർഡ് തേക്ക് മരത്തടികളാൽ നിർമ്മിച്ച ബാക്ക്ഗ്രൗണ്ടാണ്. സരോവരം പാർക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ 4 ഭാഗവും ചതുപ്പ് പ്രദേശങ്ങളാണ്. ഒരു ഭാഗം നേരത്തെ നിങ്ങൾ കണ്ടു, കനോളി കനാൽ, എപ്പോഴും നീരൊഴുകിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളാൽ സമൃദ്ധമായിട്ടുള്ള ഒരു കായലിനോ തോടെന്നോ ഒക്കെ നമുക്ക് പറയാം. ഇവിടെ എല്ലാം ചതുപ്പ് നിലങ്ങളാണ്. അതുകൊണ്ട് തന്നെ തെന്നി വീഴാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
ആ ചതിപ്പ് പ്രദേശത്തിൽ നമ്മൾ പെട്ടുപോയാൽ അത് ചളിയിൽ പൂണ്ടുപോകും എന്നാണ് പറയുന്നത്. ഇതാ നോക്കൂ, എന്ത് മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഓപ്പൺ എയർ തിയേറ്ററിലുള്ളത്. തേക്ക് മരത്തടികൾ, ഒരേ വണ്ണമുള്ള തേക്ക് മരത്തടികൾ പാകി ഉണ്ടാക്കിയ ഒരു ബാക്ക്ഗ്രൗണ്ട് കർട്ടൻ പോലെ ഉണ്ട്. കുട്ടികളാണല്ലോ നമ്മളുടെ എല്ലാം. ആ ഒരു മനഃശാസ്ത്രം പഠിച്ച് തന്നെയാണ് കുട്ടികൾക്ക് ഈ പാർക്കിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. അവർക്ക് അവരുടെ ആക്ടിവിറ്റികൾ ചെയ്യാൻ ധാരാളം ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കൂ, ഈ ചുമരുകളും മതിലുകളും അതുപോലെ വേലികളും എന്തപ്പോൾ ഇതിന് പറയുക, അതെല്ലാം തേക്ക് തടി, ഒരേ വണ്ണമുള്ള തേക്ക് തടികളാൽ പാകിയ രീതിയിലാണ് കാണുന്നത്. വളരെ ഭംഗിയുണ്ട്. വളരെ ആകർഷകമായ കാഴ്ചകൾ, സീനറികൾ ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഏകദേശം നട്ട് ഉച്ച സമയത്താണ് ഞാൻ ഇവിടെ സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കാര്യമായൊന്നും എത്തിയിട്ടില്ല, കുടുംബസമേതം എത്തിയിട്ടില്ല. അവർ വരണമെങ്കിൽ വൈകുന്നേരം 3 മണി 4 മണി 5 മണിയൊക്കെ ആകുമല്ലോ. ഇതാ ഇനി അങ്ങോട്ട് കാനനപാതയാണ്. വളരെ ആകർഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പൺ എയർ തിയേറ്റർ. പല പരിപാടികളും ഇവിടെ വെച്ച് നടക്കാറുണ്ട്. സിനിമ ഷൂട്ടിംഗ്, അതുപോലെ തന്നെ വെഡ്ഡിംഗ് ആൽബം തയ്യാറാക്കാനും നല്ലൊരു ലൊക്കേഷനാണ് സരോവരം ബയോ പാർക്ക്. എല്ലാം പ്രകൃതിദത്തമാണ്. പ്രകൃതിയുമായി ഇണങ്ങുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെയൊക്കെ നമുക്ക് മാതൃകയാക്കിയിട്ടുള്ളത്. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ സ്പോട്ടിൽ നിന്നും നമ്മൾ ഈ കാടിന് ചുറ്റും നടന്നാൽ വീണ്ടും ഈ സ്പോട്ടിൽ തന്നെ എത്താം. നേരത്തെ പറഞ്ഞ കാനനപാത, ഇടയ്ക്കിടയ്ക്കിതാ സിമൻറ്റ് ബെഞ്ചും അതുപോലെ തന്നെ കല്ല് കൊണ്ടുണ്ടാക്കിയ ഉരലുകളുമൊക്കെ നമ്മളെ ഇരിപ്പിടമാണ്. 200ഓളം ഏക്കർ സ്ഥലമാണ് ഇത് കേട്ടോ. ഇത് മനോഹരമാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പാലങ്ങൾ കൂടുതൽ ഭംഗി നൽകുന്നു. ഇവിടെയെല്ലാം ചെറിയ പാലങ്ങൾ ഉണ്ടാക്കി കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട്. ഈ ചതുപ്പ് പ്രദേശങ്ങളെല്ലാം വളരെ അപകടകാരികളാണ്. ഇരിക്കാനും വിശ്രമിക്കാനും സിമൻറ്റ് ബെഞ്ചുകളും ഹട്ടുകൾ പോലുള്ള മനോഹര കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നുണ്ട്.